എന്നെ തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ ഘടകങ്ങളിൽ നിന്നും നീക്കം ചെയ്തതായി ഇന്നലെ പാർട്ടി സെക്രട്ടറിയുടെ പ്രസ്താവന കണ്ടു. രേഖാമൂലം എന്നെ അറിയിച്ചിട്ടൊന്നുമില്ല, അതിൻ്റെ ഒരു ആവശ്യമില്ല. 56 വർഷക്കാലം നീണ്ടുനിന്ന രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഞാനിവിടെ വിരാമം കുറിക്കുകയാണ്. പാർട്ടി മെമ്പർഷിപ്പിൽ തുടരാനുള്ള ഒരു ഔദാര്യം എന്നോട് കാണിച്ചിട്ടുണ്ട്. അദ്ദേഹം സെക്രട്ടറി ആയിരിക്കുന്ന ഒരു പാർട്ടി ഘടകത്തിൽ പാർട്ടി മെമ്പറായി തുടരുക എനിക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അദ്ദേഹത്തിനും അത് അപമാനകരമായിരിക്കും. മുന്നണിക്കും പാർട്ടിക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ പരസ്യ പ്രതികരണങ്ങൾ നടത്തുന്നു. ഇത് വാസ്തവത്തിൽ 100% അവാസ്തവമാണ്. മുന്നണിക്ക് പ്രതിരോധം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ മുന്നണിക്കെതിരായ ഒരു പ്രസ്താവന ഞാൻ കൊടുക്കാറില്ല. ഞാൻ സെക്രട്ടറി ആയിരുന്നപ്പോൾ ഈ ജില്ലയിൽ പലപ്പോഴും CPM-മായി ഏറ്റുമുട്ടേണ്ടി വന്നിട്ടുണ്ട്. അത് പാർട്ടിയുടെ നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ, അല്ലാതെ ശിവരാമന് വ്യക്തിപരമായി എന്തെങ്കിലും താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി ആയിരുന്നില്ല. അത് ജില്ലയിലെ പാർട്ടിക്ക് പുതിയ ചൈതന്യം കൊടുത്തിരുന്നു എന്ന് തന്നെ ഞാൻ കരുതുന്നത്. പീരുമേട്ടിലെ പരാജയത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം സ്ഥാനാർത്ഥി തന്നെയാണ്. പീരുമേട്ടിലെ ജനങ്ങളുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരാൾ പാർട്ടി സെക്രട്ടറിയായി എന്നതുകൊണ്ട് സാധാരണ ജനങ്ങളുമായി ബന്ധമുണ്ടാവില്ല. പാർട്ടി മെമ്പർമാരിൽ ഒരു വിഭാഗമായിട്ടുള്ള ബന്ധമേ ഉണ്ടാകത്തുള്ളൂ. അങ്ങനെ ഒരാളെ പീരുമേടുകാർ സ്വീകരിക്കത്തില്ല എന്നാണ് ഇതുവരെയുള്ള പീരുമേടിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ. എന്ന് മാത്രമല്ല, പാർട്ടിയുടെ വിവിധ ഘടകങ്ങൾ ഇപ്പോൾ കൂടി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും സ്ഥാനാർത്ഥി നിർണയം പാളിപ്പോയി എന്ന പല മണ്ഡലങ്ങളെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. അതുമാത്രമേ ഞാനും പറഞ്ഞിട്ടുള്ളൂ, അല്ലാണ്ട് അതിനപ്പുറത്തൊന്നും ഞാൻ പറഞ്ഞില്ല. അത് വ്യക്തിപരവുമല്ല. ഇപ്പോൾ അത് കേട്ടപ്പോൾ അദ്ദേഹത്തിന് വ്യക്തിപരമായി തോന്നിയെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ കുറ്റമാണ്. പാർട്ടി സംഘടനാ പ്രവർത്തനങ്ങളിൽ അദ്ദേഹം കാണിക്കുന്ന ഭരണഘടനാ വിരുദ്ധമായ ചെയ്തികളെ ചൊല്ലിയുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ആരംഭിച്ചിട്ട് 1-2 വർഷങ്ങളായി. തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഘടകം, അത് DC ആണെങ്കിലും മണ്ഡലമാണെങ്കിലും ലോക്കലാണെങ്കിലും, ആ ഘടകത്തിലെ ഒന്നാമൻ മാത്രമാണ് പാർട്ടി സെക്രട്ടറി. എല്ലാവരും തുല്യ അവകാശമുള്ളവരും തുല്യ ഉത്തരവാദിത്വമുള്ളവരുമാണ്. അതിലൊന്നാമനാണ് പാർട്ടി സെക്രട്ടറി എന്ന് പറയുന്നത്. അതിൻ്റെ സ്ഥാനത്ത് ഞാനാണെല്ലാം എന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത്. ഞാനാണ് പാർട്ടി. പണ്ട് ലൂയി 14 പറഞ്ഞതുപോലെ, ഐ ആം ദി സ്റ്റേറ്റ് എന്ന് ലൂയി 14 പറഞ്ഞതുപോലെ ഞാനാണ് പാർട്ടി എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിന് അദ്ദേഹത്തിൻ്റെ ഒരു പറ്റം സ്തുതിപാഠകരെ കൂടെ നിർത്തി. പാർട്ടി DC എക്സിക്യൂട്ടീവിൽ മണ്ഡലം തലങ്ങളിൽ ഒക്കെ കൂടെ നിർത്തിക്കൊണ്ട് പാർട്ടിയോട് കൂറുള്ള മഹാഭൂരിപക്ഷ സഖാക്കളെ മാറ്റി നിർത്തി. ഈ ജില്ലയിൽ പാർട്ടിയിൽ നിന്ന് സഹിക്കാൻ വയ്യാതെ രാജിവെച്ച് പോയ DC എക്സിക്യൂട്ടീവ് മെമ്പറുണ്ട്, DC മെമ്പറുണ്ട്, മണ്ഡലം കമ്മിറ്റി മെമ്പർമാരുണ്ട്, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരുണ്ട്. എന്തുകൊണ്ടിങ്ങനെ സംഭവിച്ചു എന്നതിനെക്കുറിച്ച് ഇപ്പോഴും അദ്ദേഹം ആലോചിക്കാൻ തയ്യാറല്ല. സലിംകുമാറിനെ പോലെ ഒരു സുപ്രഭാതത്തിൽ നേതാവായ ആളല്ല. ഞാൻ പാർട്ടി ബ്രാഞ്ചിൻ്റെ അസിസ്റ്റൻറ്റ് സെക്രട്ടറിയായി പ്രവർത്തനം ആരംഭിച്ച് എല്ലാ സംഘടനാ ചുമതലകളും വഹിച്ചാണ് പാർട്ടി ജില്ലാ സെക്രട്ടറിയായി വന്നത്. അതിനു മുമ്പ് 14 കൊല്ലക്കാലം DC-യുടെ അസിസ്റ്റൻറ്റ് സെക്രട്ടറി ആയിരുന്നു. അങ്ങനെ പ്രവർത്തിച്ച് ഞാൻ പാർട്ടിയെ ജനാധിപത്യപരമായി, പാർട്ടി ഭരണഘടന പറയുന്ന വിധം കൂട്ടായ നേതൃത്വം എന്ന നിലയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഘടകത്തിൽ ഒന്നാമൻ മാത്രമാണ് ഞാനെന്ന ബോധത്തിൽ നിന്നുകൊണ്ടാണ് പാർട്ടിയെ നയിച്ചത്. അതുകൊണ്ട് ഈ പാർട്ടിക്ക് ഒരു പുതിയ ചൈതന്യം ഉണ്ടാവുകയല്ലാതെ ജില്ലയിൽ പാർട്ടിയിൽ നിന്ന് കൊഴിഞ്ഞുപോക്കുണ്ടായിരുന്നില്ല, ഗ്രൂപ്പ് പ്രവർത്തനമുണ്ടായിരുന്നില്ല, പാർശ്വവർത്തികളെ തിരികെ കയറ്റുന്ന പണിയുണ്ടായിരുന്നില്ല. ഇതൊന്നും അന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ എന്താ നടക്കുന്നത്? ഇപ്പം നടക്കുന്നത് സലിംകുമാറിന് സിന്ദാബാദ് വിളിക്കുന്നവരാണ് എക്സിക്യൂട്ടീവുകാർ. അദ്ദേഹത്തിന് സിന്ദാബാദ് വിളിക്കുന്നവരായിരിക്കും മണ്ഡലം തലത്തിലുള്ള നേതാക്കന്മാർ, അല്ലാത്തവരൊന്നുമില്ല. അത് നാശത്തിലേക്കുള്ള വഴിയാണ്. അത് ഞാൻ പലപ്പോഴും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അതിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങളറിയണം, ജില്ലാ പഞ്ചായത്തിൽ ഒരു സീറ്റ് പോലും കിട്ടാതെ പോയ തിരഞ്ഞെടുപ്പ് ഈ തിരഞ്ഞെടുപ്പാണ്.